ഹായ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. ഹലോ. അന്നേരം നമുക്ക് ഇന്നത്തെ ഗാർഡൻ ടൂറിലേക്ക് പോകാം. ഓക്കെ, അന്നേരം നമ്മൾ ആദ്യം തന്നെ കാണുന്നത് 10 മണി ചെടിയാണ്. അത് 10 മണി ചെടികൾ നമ്മൾ നടുമ്പോൾ ഇതേപോലെ ഹാങ്ങിങ് പോട്ട്സിലാക്കി ഇടുകയാണെങ്കിൽ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിരിക്കും, കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ചെടിയാണ് 10 മണി ചെടി. ചിലർ 4 മണി ചെടി എന്ന് പറയും, ചിലർ പോർട്ടുലൂക്ക പ്ലാന്റ്സ്, മോസ് റോസ്, അങ്ങനെ നിരവധി പേരുകൾ ഈ ചെടിക്കുണ്ട്. കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് കാണാൻ ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികളാണ് ഇത്. ഇതിങ്ങനെ ഇടുമ്പോൾ ഒന്നുകൂടി അതിൻ്റെ ആ ഒരു ഭംഗി കൂടും. പല കളർ മിക്സപ്പ് ചെയ്ത് നടുവാണെങ്കിലും ഒത്തിരി നല്ലതാണ്. പിന്നെ ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ ഒരു യെല്ലോ കളറാണ്. അത് പല ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഡെൻഡ്രോബിയം ഇന്ന് അവൈലബിൾ ആണ്. പിങ്ക്, വൈറ്റ്, യെല്ലോ, അങ്ങനെ ഒത്തിരി കളേഴ്സ് ഡെൻഡ്രോബിയം നമുക്ക് നേഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും. അന്നേരം ഇതും നമുക്കിതേപോലെ ഹാങ്ങിങ് പോട്ട്സിലാക്കിയൊക്കെ ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ ഗാർഡൻ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും. ഇത് സ്ട്രിങ്സ് ഓഫ് ബനാന എന്നറിയപ്പെടുന്ന പ്ലാന്റാണ്. ഇതിന് വേറെ കുറേ പേരുകളുണ്ട്, ഡിൻഡർ പ്ലാന്റ് എന്നൊക്കെ പറയും. പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. കുഞ്ഞു കുഞ്ഞു ബനാനാസ് ഇങ്ങനെ ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അന്നേരം ഇതൊക്കെ ഇത് ഫിറ്റോണിയ പ്ലാന്റാണ്, ഫിറ്റോണിയ ഗ്രീന്. ഫിറ്റോണിയയുടെ രണ്ടോ മൂന്നോ ടൈപ്പ് ഉണ്ട്. ഇത് ഗ്രീനാണ്, അതിൻ്റെ പിങ്കും ഒക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ വളരെ നല്ലതാണ്. ഇത് നിറച്ച് പൂ കിളിച്ച് വരുന്ന ഒരു പിങ്ക് ഫ്ലവർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ മുന്തിരിയാണിത്. മുന്തിരി ചെറിയൊരു പന്തൽ കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ ചെടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുരായ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മളിതുപോലെ കമ്പി കൊടുത്ത് ഇതേപോലെ വളച്ച് വെച്ചിരിക്കുകയാണ്. അന്നേരം ഈ ടൈപ്പ് ചെടികൾ നമുക്കിങ്ങനെ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്ത് വെക്കാൻ പറ്റുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെടിയാണ്. എന്നിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ പേര് മുരായ എന്ന് തന്നെയാണ് ഞാൻ വാങ്ങിച്ചപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഇത് ബോൺസായി പോലെ നമുക്ക് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രിം ചെയ്തൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ചെടിയാണ്. ഇത് ഓർക്കിഡാണ്. പിന്നെ ഇത് തെറ്റിയുടെ കുറേ വെറൈറ്റീസ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചായിരുന്നല്ലോ. റെഡും അതുപോലെ തന്നെ യെല്ലോ, ഓറഞ്ച്, അങ്ങനെ പല ടൈപ്പ് തെറ്റീസ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് നിങ്ങൾക്കറിയില്ല, ആസ്പരാഗസ് പ്ലാന്റ് ആണിത്. അതിൻ്റെ ആ ഒരു നല്ലൊരു വെറൈറ്റിയാണ്. പല ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ആ ലീഫിൻ്റെ സ്ട്രക്ചറൊക്കെ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫിൻ്റെ സ്ട്രക്ചറാണ്. നമ്മൾ ഇങ്ങനെ നല്ല ഇത് ബുഷിയായിട്ട് നമുക്ക് പോട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പാണ്. ഇങ്ങനെ ഇതിൻ്റെ സാധാരണ അതിൻ്റെ വിത്തെന്ന് പറയുന്നതിൻ്റെ ഇതാണ്, നമ്മുടെ ഒരു കിഴങ്ങ് പോലെ ഉണ്ട്. ആ കിഴങ്ങ് വെക്കുമ്പോഴാണ് നല്ല ബുഷിയായിട്ട് അത് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ്. അത് ഹാങ്ങിങ് ചെയ്തിടാനും ഒത്തിരി നല്ലതാണ്. ഇനിയും നമ്മൾ കാണാൻ പോകുന്ന ഗാർഡനിൽ തന്നെയുള്ള ചെറിയൊരു കുളമാണ്. അതായത് അതിൻ്റെ ചുറ്റും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട്
നമ്മുടെ ഈ വാട്ടർ ലില്ലിയുടെ സീഡിട്ട് കിളിപ്പിച്ചതാണിത്. അന്നേരം അത് അതിൻ്റെ ആ ഒരു ടൈമിൽ നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പൂക്കളൊക്കെ പോയി. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ വൈറ്റ് പെബിൾസൊക്കെ ഇട്ട് നല്ല സുന്ദരമാക്കിയതാണ്. നല്ല ഒരു ഇതാണ് ചെറിയൊരു അത്. പിന്നെ അതുപോലെ അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഗപ്പി ഫിഷിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വാട്ടർ പോണ്ടാണിത്. നമ്മുടെ ഗാർഡനിലൊക്കെ നമുക്ക് സാധാരണ വെക്കാൻ പറ്റിയ ചെറിയൊരു പോണ്ടാണ് ഇത്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇതേപോലെ മണ്ണിൽ കുഴിച്ചതിന് ശേഷം പോണ്ട് ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും ഇതുപോലെ പെബിൾസ് നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് പെബിൾസ് വെക്കാം. പിന്നെ ചെറിയ ചെറിയ ടോയ്സ് ഇതുപോലെയുള്ള ടോയ്സ്, പിന്നെ ഡോൾഫിൻ ടോയ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സാധാരണയായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അമ്പൽച്ചെടിയൊക്കെ വളർത്താൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ധാരാളം നമ്മുടെ മോസ്കിറ്റോസ് വന്ന് മുട്ടയിട്ട് കൊതുകുകളുടെയൊക്കെ ഒരു ശല്യം വരും. അതുകൊണ്ട് ഗപ്പി ഫിഷിനെ ഇട്ട് കൊടുക്കണം. ഗപ്പി ഫിഷിനെ ഇട്ട് കൊടുത്ത് അത് നമുക്ക് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഹൈഡ്രാഞ്ചിയാണ്. അതായത് ലൈറ്റ് പർപ്പിൾ കളർ ഹൈഡ്രാഞ്ചിയ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടൈപ്പാണ് ഹൈഡ്രാഞ്ചിയ. ഹൈഡ്രാഞ്ചിയയുടെ പല കളേഴ്സ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് പർപ്പിൾ ഒക്കെ കുറേ ഉണ്ട്. അതൊക്കെ കാണാൻ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇത് വൈറ്റ് റോസിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഇപ്പോൾ ഇതിൽ പൂവുണ്ട്. പിന്നെ ഈ റോസിലൊക്കെ പൂവിടാൻ ഒരു സ്പെഷ്യൽ ഫെർട്ടിലൈസറിൻ്റെ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ പൂക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇത് ഇസ്രായേൽ ഓറഞ്ചാണ്. ഒരു ചെറിയ തൈ മേടിച്ചതാണ്. പക്ഷേ ഇത് നിറച്ചും ഓറഞ്ച് കിളിച്ച് കിടക്കണം. പിന്നെ അത് പഴുത്ത് കഴിയാൻ തന്നെ നല്ല സ്വീറ്റ്നെസ്സാണ്. നല്ല മധുരമുള്ള ഓറഞ്ചാണത്. അതും ഒത്തിരി നല്ലതാണ്. പിന്നെ നമ്മുടെ ഗാർഡനിൽ ഇടയ്ക്ക് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കുകയാണെങ്കിലും അതും നല്ലതാണ്. ഇത് ചെറിയൊരു മാവിൻ്റെ തൈയാണ്. പിന്നെ ജമന്തി. ഇത് ഹൈഡ്രാഞ്ചിയയുടെ വേറൊരു ലൈറ്റ് ഷെയ്ഡുള്ള വേറൊരു കളറാണ്. അന്നേരം നിങ്ങൾക്കിതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും എൻ്റെ ഗാർഡൻ അപ്ഡേറ്റ്സ് ഒരുപാട് ഇടുന്നതായിരിക്കും. അന്നേരം നിങ്ങൾക്ക് ഈ റോസ് ഉണ്ട്. ഇതൊരു വേറെ ഒരു ലൈറ്റ് ഷെയ്ഡ്, നല്ല ഒരു റെഡിഷ് പിങ്ക് ആണെന്ന് തോന്നുന്നു. അതുപോലത്തെ ഒരു ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുള്ളാണ്. അങ്ങനെ കുറേ ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം നമ്മൾ ഗാർഡനിലൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പകുതി ടെൻഷൻസും പുറത്തു പോകും. അതായത് നമ്മുടെ ഒരു ടെൻഷൻ റിലീവിങ് അല്ലെങ്കിൽ ഒരു റിലാക്സേഷൻ ടെക്നിക്ക് തന്നെയാണ് ഈ ഗാർഡനിങ്. അന്നേരം അത് മാത്രമല്ല, നമ്മുടെ ഗാർഡനിൽ നിറച്ച് പൂവുണ്ടെങ്കിൽ അതിൽ ബട്ടർഫ്ലൈസ്, അതുപോലെ തന്നെ കിളികൾ ഒക്കെ വരും. അതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ. അന്നേരം പിന്നെ ഇത് യെല്ലോ റോസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യെല്ലോ ഉണ്ട്, പിങ്ക്, റെഡ്, വൈറ്റ്, അങ്ങനെ ഡിഫറെൻറ്റ് കളേർഡ് റോസസ് ഉണ്ട്. റോസൊക്കെ പൂത്ത് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഫെർട്ടിലൈസർ ഫോർ ഓൾ പ്ലാന്റ്സ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾ ചെടിക്കൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നിറയെ ചെടിക്കകത്ത് നിറച്ച് പൂ വരും. ഞാൻ ഉപയോഗിച്ച് സക്സസ് ആയ ഒരു മെത്തേഡാണ്. ഞാൻ അതാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ രാസവളങ്ങളായ NPKയോ 19 ഒക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകത്തേ ഉള്ളൂ. അല്ലാതെ അന്നേരം ഒരു പൂ കാണും, പക്ഷേ നെക്സ്റ്റ് ടൈമിൽ അതുപോലെ കിട്ടത്തില്ല. പക്ഷേ ഇത് നാച്ചുറലായിട്ട് നമ്മുടെ ചെടിക്ക് ഒരു ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഫെർട്ടിലൈസറാണ്. അന്നേരം അതിൻ്റെ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ അത് നോക്കുക. ഇത് നമ്മുടെ ബേർഡ്സാണ്. കുറേ ലവ് ബേർഡ്സ് ഉണ്ട്. പിന്നെ ഇത് മെഡീനില പ്ലാന്റ് ആണ്. അതിൻ്റെ പേര് മെഡീനില മാഗ്നിഫിഷ്യ എന്ന് പറയുന്നതാണ്. അതുമാത്രമല്ല, പിന്നെ സാധാരണയായിട്ട് ഷോവി മെഡീനില എന്നും പറയും. ഈ മെഡീനില പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പൂവാണ്. ഇതേപോലെ നല്ല അതിൻ്റെ ഫ്ലവർ കാണാൻ ഒത്തിരി അട്രാക്റ്റീവാണ്. ഈ ഫ്ലവറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് മെഡീനില പ്ലാന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ റോസ് പോലെ തന്നെ പല പല കളേഴ്സ് ഷോവി മെഡീനിലാസ് ഉണ്ട്. അതും വളരെ അട്രാക്റ്റീവായിട്ടൊരു പ്ലാന്റാണ് ഈ ഗാർഡനിലെ.
നമ്മൾ ചട്ടിക്കകത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് തറയിൽ വെച്ചാലും നിറയെ വളർന്ന് ഒത്തിരി പൂ പിടിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോഴത്തെ നഴ്സറികളിലും ഓൺലൈനിലും ഒക്കെ ഈ മിഡിയനില പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇത് ഒരു ചെറിയ സ്ട്രോബെറി പ്ലാന്റ്സ് ആണ്. ഇത് ചട്ടിക്കകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. സ്ട്രോബെറീസ് നമുക്ക് തറയിൽ വെച്ചാലും നിറയെ കായ്ക്കും. പിന്നെ ഒരുപാട് ചൂടുള്ള വെതറിൽ വെക്കാതിരിക്കുക. കുറച്ച് ഷെയ്ഡുള്ള സ്ഥലം നോക്കി വേണം നമ്മൾ സ്ട്രോബെറീസൊക്കെ നട്ടു വെക്കാനായിട്ട്. ഇത് ഹൈഡ്രാഞ്ചിയയാണ്. പിന്നെ പീസ് ലില്ലി, സിങ്കോണിയം, അങ്ങനെ കുറേ പ്ലാന്റ്സ് നമ്മൾ സൈഡിൽ വെച്ച്. ഇത് കോളിയസിൻ്റെ ഒരു വെറൈറ്റിയാണ്. കോളിയസ് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഗാർഡനിലൊക്കെ. കോളിയസ് നമുക്ക് 2 തരത്തിൽ വെക്കാം. നമുക്ക് ചട്ടിക്കകത്ത് വെക്കാനും വളരെ ബ്യൂട്ടിഫുള്ളാണ്. അല്ലാതെ ഇതേപോലെ നമുക്ക് തറയിൽ വെച്ചാലും കോളിയസ് നല്ലപോലെ വളരും. ഒരു കാര്യമുള്ളൂ, കോളിയസിന് നല്ലതുപോലെ വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ക്രിസ്മസ് ട്രീ പ്ലാന്റ് എന്നൊക്കെ പറയും. അത് നമുക്ക് ട്രിം ചെയ്ത് നല്ല ഷേപ്പിലൊക്കെ നിർത്താൻ പറ്റിയ ടൈപ്പ് ചെടിയാണ്. പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കോളിയസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. അതിൻ്റെ പല പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഗാർഡനിൽ കുറച്ച് പെബിൾസൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മുടെ ഗാർഡൻ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെയുള്ള ചെടികൾ ഒരുപാട് ഇഷ്ടപ്പെടും. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചെടി കണ്ടോ, നമ്മുടെ നാട്ടിലുള്ള ഈ കോളാമ്പി ചെടി പോലെയൊക്കെയുള്ള വൈറ്റ് ചെടിക്കകത്ത് അതിൻ്റെ ഉള്ളിലായിട്ടൊരു പിങ്കിഷ് ഷെയ്ഡുണ്ട്. അതാണ് ഇത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പേരറിയാമായിരുന്നു എനിക്ക്, ജസ്റ്റ് ഞാനത് മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പം പറയാൻ. അലമാണ്ടയുടെ ഒരു വെറൈറ്റിയാണിത്. പിന്നെ ഇതൊക്കെ കുറച്ച് സക്കലൻസും കാക്ടസും ഒക്കെ ഒരുമിച്ചൊരു പോട്ട്സിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറേ വെറൈറ്റി സക്കലൻസ് ആൻഡ് നമ്മുടെ കാക്ടസ് പ്ലാന്റ്സ്. അത് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ നല്ല കളക്ഷൻസാണ്. വളരെ നല്ല രസമാണിത് കാണാൻ. കാക്ടസിൻ്റെ ആ ചെറിയ പൂവൊക്കെ കാണാൻ ഒത്തിരി ബ്യൂട്ടിഫുള്ളാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ പെൻസിലൊക്കെ വെച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിലും ഒന്നുകൂടെ നല്ലതാണ്. ചെറിയ കുഞ്ഞി കാക്ടസും വലിയ കാക്ടസും ഒക്കെ. കാക്ടസിൻ്റെ തന്നെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം. ഇത് പിന്നെ ആരേക്ക പാമിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഓക്സിജൻ ഗിവിങ് ആണ് ഇപ്പോൾ ഈ ആരേക്ക പാമിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ ആരേക്ക പാംസ് നമുക്ക് യൂഷ്വലി അകത്ത് വെക്കാവുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഇത് മൊസാൻഡ്രയാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും കാണിക്കാറുള്ള മൈ എവർ ഫേവറേറ്റ് ആയിട്ടുള്ള ഒത്തിരി എനിക്കിഷ്ടമുള്ള മൈ ഫേവറേറ്റ് പ്ലാന്റാണ് ഈ മൊസാൻഡ്ര. ഇതിൻ്റെ റെഡും വൈറ്റും പിങ്ക് ഒത്തിരി കളേഴ്സുണ്ട് ഈ മൊസാൻഡ്രയുടെ. അത് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് മൊസാൻഡ്ര ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ മൊസാൻഡ്രയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഈ മൊസാൻഡ്രയിൽ ബട്ടർഫ്ലൈസ് വരും. അതുപോലെ തന്നെ ബേർഡ്സ് ഒക്കെ വന്നിരിക്കും. ഇത് കാണാൻ ഒത്തിരി ഭംഗിയാണ്. അതായത് നമ്മൾ ഗാർഡനിൽ നമ്മളിതുപോലെ ചെടികളൊക്കെ വെച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി റിലാക്സേഷനാണ്. പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഓൾറെഡി കാണിച്ചേക്കുന്ന ഓർക്കിഡ് പ്ലാന്റ്സ് ആണ്. ഓർക്കിഡ്, വാണ്ടറിങ് ജോ, അതുപോലെ തന്നെ ടർട്ടിൽ വൈൻസൊക്കെ ഇത് ഓൾറെഡി ഞാൻ നിങ്ങളെ ഒരുപാട് കാണിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ഓർക്കിഡൊക്കെ നമുക്കൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വേറെ പോട്ടിലേക്കൊന്ന് ഡിവൈഡ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അന്നേരം അത് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും.
ഗാർഡനിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ളൊരു പ്ലാന്റ്സിൽ ഒന്നാണ് ആഗ്ലോണിമ പ്ലാന്റ്സ്. ആഗ്ലോണിമ പ്ലാന്റ്സ് നല്ല പിങ്ക് ഷെയ്ഡും എന്തുവാ അതിൻ്റെ ഇലകളൊക്കെ ലീവ്സൊക്കെ കാണാനെന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് നമ്മൾ വരച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പോലെ തോന്നും. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലാന്റ്സാണ് ആഗ്ലോണിമ പ്ലാന്റ്സ്. ആഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതായത് ഗ്രീന്, പച്ച, നല്ല പച്ച, പല 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 വെറൈറ്റീസ് ഉണ്ട്. നല്ല റെഡിഷ് ഷെയ്ഡ്, വെറും പ്ലെയിൻ ആയിട്ടുള്ളത്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അന്നേരം ഞാൻ എൻ്റെ ആഗ്ലോണിമ പ്ലാന്റ്സ് ജസ്റ്റ് ഇതേപോലെ അടുത്തടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെക്കും നേരം ഒന്നുകൂടെ ഒരു ഭംഗിയാണ് നമ്മുടെ ആഗ്ലോണിമ പ്ലാന്റ്സ് കാണാൻ. ആഗ്ലോണിമ പ്ലാന്റ്സ് ഇഷ്ടമുള്ളവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഇടുക. എന്നിട്ട് ഇപ്പം നമ്മുടെ ആഗ്ലോണിമ നല്ല ബുഷി ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് പുതിയ ന്യൂ പ്ലാന്റ്സ് ഉണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ട്. കുറേ കുഞ്ഞി പ്ലാന്റ്സ് കിളിച്ച് വരുന്നുണ്ട്. അതിനെ നമുക്ക് ചെറിയ പോട്ട്സിലാക്കി വെക്കാം. ഇത് വാണ്ടറിങ് ജോ അല്ലെങ്കിൽ സെബ്രീന പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പ്ലാന്റ്. ഇത് നമുക്ക് ഹാങ് ചെയ്തിടാൻ ഒത്തിരി നല്ലതാണ്. ഈ പ്ലാന്റ് എല്ലാവരുടെയും അട്രാക്ഷൻ സീക്ക് ചെയ്യുന്ന ടൈപ്പിലുള്ള പ്ലാന്റാണിത്. ഒത്തിരി നല്ലതാണ്. ഇത് ഹാങ് ചെയ്തിടാം, ഇല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് പോട്ട് ഇല്ലാത്തവർക്ക് നിലത്ത് വെക്കാവുന്നതുമാണ്. ഇത് ഡ്രസീന പ്ലാന്റ്. ഇത് നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇത് നമ്മൾ ഒത്തിരി മുകളിലേക്ക് വരാതെ നമുക്ക് ട്രിം ചെയ്ത്, അതായത് കട്ട് ചെയ്തൊക്കെ നിർത്താൻ പറ്റും. ഇത് ഒത്തിരി വലുതായിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ചെറുതായി തന്നെ നിൽക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ. അതിൻ്റെ കളേഴ്സ്, ആ ബോർഡറിൽ വൈറ്റും ഇൻസൈഡായിട്ട് ആ ഗ്രീൻ കളറും ഇതുപോലെ ഇങ്ങനെ എതളെതളായിട്ട് നിൽക്കുന്നതാണ്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെടിയാണിത്. പിന്നെ വാണ്ടറിങ് ജോയുടെ അടുത്തായിട്ട് തന്നെയുള്ളത് നമ്മുടെ കൊക്കേഡമ ടർട്ടിൽ വൈനാണ്. ടർട്ടിൽ വൈൻ ഒത്തിരി നല്ലതാണ്. ടർട്ടിൽ വൈൻ്റെ പല കളേഴ്സ് ഉണ്ട്. വേറൊരു പർപ്പിൾ കളറുണ്ട്, നമ്മുടെ കലീസിയർപ്പൻസെ പോലെയൊക്കെ തോന്നും, അതുപോലത്തെ നല്ല ഇതായിട്ടുള്ള. പിന്നെ ഞാൻ ഗാർഡൻ ടൂർ കാണിക്കാൻ നേരം ഫ്രൂട്ട്സ് കാണിച്ചില്ലെങ്കിൽ എന്ത് ഗാർഡനാണ് അല്ലേ. ഇത് നമ്മുടെ അമ്പഴങ്ങ, അതായത് നമ്മുടെ ബഡ് ചെയ്തിട്ടുള്ള ചെറിയ ഡ്വാർഫ് അമ്പഴമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉയരം വെക്കാതെ മുകളിലേക്കൊന്നും പോകത്തുമില്ല. പക്ഷേ അതിലെപ്പോഴും നിറച്ച് അമ്പഴങ്ങയായിരിക്കും. അമ്പഴങ്ങ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അമ്പഴങ്ങ ഇത് നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ കഴിച്ചിട്ടില്ല എങ്കിൽ ഞാൻ പറയാം. നമുക്കൊരു കണ്ണിമാങ്ങ കഴിക്കുന്നതിൻ്റെയൊക്കെ ഒരു രുചിയും ആ ഒരു മണവും പോലെയൊക്കെ തോന്നും. ഓക്കെ, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നല്ലൊരു ചെടിയാണ്, നല്ലൊരു ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റാണ് ഈ അമ്പഴങ്ങ. ഇത് പിന്നെ എപ്പോഴും നമ്മുടെ ഈ കേരളത്തിലെ വെതറിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇഷ്ടംപോലെ കായ്ക്കുന്ന ഒരു ചെടിയാണിത്. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ ഒന്ന് നോക്കാം. അതിൽ നമ്മുടെ വഴുതനങ്ങ നല്ലതുപോലെ പൂത്ത് കായ്ച്ച് നിൽക്കുകയാണ്. വഴുതനങ്ങയ്ക്കും ഇടാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓൾ പ്ലാന്റ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ വീഡിയോ. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഇത് ഒത്തിരി നല്ലതാണ്. കണ്ടോ, ഞാൻ ഒഴിച്ചതിന് ശേഷമുള്ള മാറ്റം. ഒത്തിരി വഴുതനങ്ങയുടെ പുതിയ പൂക്കളൊക്കെ കുറേ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങയും നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. ഇത് നമ്മൾ ഇഞ്ചി നിലത്ത് നട്ടിരിക്കുകയാണ്. ഇഞ്ചി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളാണ്, റൂട്ട് വെജിറ്റബിളാണ് ഈ ഇഞ്ചി എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ കുക്കിങ്ങിൽ മോസ്റ്റ് ഓഫ് ദ എല്ലാ കറികൾക്കും ഇഞ്ചി ആഡ് ചെയ്യാറുണ്ട്. ചിക്കൻ കറിക്ക്, മീൻ കറിക്ക്, അങ്ങനെ എല്ലാത്തിനും ഇഞ്ചി ഇടുന്നതാണ്. ഇഞ്ചി നല്ലൊരു മെഡിസിൻ കൂടിയാണ്. അത് നമുക്ക് ഗ്രോ ബാഗിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. അതുപോലെ നിലത്ത് നട്ടാലും നല്ലതുപോലെ കിളിച്ച് വരും. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പീനട്ട് ബട്ടർ ഫ്രൂട്ടാണ്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ കിളിക്കും. ഇത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ പീനട്ട് കഴിക്കുന്നതിൻ്റെ ഒരു രുചിയാണ്. അതിൻ്റെ ആ സീഡ് ചവച്ച് കഴിക്കാൻ നല്ലതാണ്. പിന്നെ അതിൻ്റെ പുറത്തെ ആ മാംസഭാഗത്തിന് ഒത്തിരി ടേസ്റ്റ്, മധുരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഡയബറ്റീസുകാർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് ഈ ഒരു പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ഇതിൻ്റെയും തൈ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്. പിന്നെ ഇത് ചേമ്പാണ്. ചേമ്പ് നല്ല ഇതായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്.
ഇനി നമ്മൾ ടെറസിലേക്ക് പോകാം. ടെറസിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് നിറച്ച് പാഷൻ ഫ്രൂട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ പാഷൻ ഫ്രൂട്ട് നമ്മൾ തറയിൽ നിന്ന് വളർത്തി മുകളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. തറയിലാണ് അതിൻ്റെ റൂട്ട് ഇരിക്കുന്നത്. അതിൻ്റെ റൂട്ട് ഞാൻ കാണിച്ചിട്ട് ഇതേപോലെ താഴെയാണ്, കണ്ട് നിലത്താണ് നിൽക്കുന്നത്. നിലത്തുനിന്ന് നേരെ മുകളിലേക്കാണ് ഈ പാഷൻ ഫ്രൂട്ട് വളർത്തി കയറ്റിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇതേപോലെ പന്തലിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കണ്ടോ നിറച്ച് ഇതേപോലുള്ള പാഷൻ ഫ്രൂട്ട് കിളിച്ച് കിടക്കണം. ഇത് റെഡ് വെറൈറ്റിയും ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ വെറൈറ്റിയും ഉണ്ട്. നിറച്ച് പൂവുമുണ്ട്, ഉടനെ തന്നെ നിറയെ കായ്ക്കും. പിന്നെ ഞാൻ എൻ്റെ റംബൂട്ടാൻ്റെ ഗാർഡൻ ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചതായിരുന്നു. അന്നേരം ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കും, കണ്ടു നോക്കൂ. ഇതുപോലെ വലിയ വലിയ റംബൂട്ടാനാണ്, ഫിലോസാൻ പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റംബൂട്ടാനാണ്, വളരെ സ്വീറ്റ് ആയിട്ടുള്ളതാണ്. അന്നേരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അന്നേരം നമുക്ക് കുറച്ച് റംബൂട്ടാനൊക്കെ കഴിച്ച് നമ്മുടെ വീഡിയോ ഇന്ന് നിർത്താം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.